നമ്മുടെ ശരീരത്തിൽ ആത്മാവ് കിടക്കുമ്പോൾ നമ്മുടെ ശരീരവും ഈ പച്ചയായ മോർട്ടൽ നശിച്ചു പോകുന്ന നമ്മുടെ ശരീരവും നശിക്കാത്ത റൂഹും തമ്മിലുള്ള ഒരു ബന്ധം പോലെയല്ല. റൂഹ് സെപ്പറേറ്റ് ആയി കഴിഞ്ഞാൽ റൂഹിൻ്റെ ദ റെൽം ഓഫ് സോൾ ഈസ് സോ എക്സ്പാൻസീവ്. വളരെ വിശാലമായതാണ് റൂഹിൻ്റെ ലോകം. ആ ബന്ധത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് ആവശ്യങ്ങളുണ്ട് നമുക്കൊരുപാട് ചോദിക്കാൻ. ഞാൻ അവിടെ നിന്നാണ് വന്നത്. ആവശ്യങ്ങൾ ചോദിക്കാൻ പടച്ചോൻ പറഞ്ഞിരിക്കാൻ, ഇബാദത്ത് നിങ്ങൾ എന്നോട് ചോദിക്കുന്ന, നിങ്ങൾക്ക് എന്നോട് ചോദിക്കേണ്ടതുള്ള ആവശ്യങ്ങൾക്കുള്ള പരിഹാരമാണ്. വഖാല റബ്ബുക്കും, നിങ്ങളുടെ രക്ഷിതാവായ അല്ലാഹു പറയുന്നു, ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എനിക്ക് ഇബാദത്ത് ചെയ്യണമേ, നിങ്ങൾക്ക് ഞാൻ ഉത്തരം തരും. എന്തുത്തരം? നിങ്ങൾക്ക് ആവശ്യമുള്ളത് പടച്ചോൻ തരും. മൻ ശഗലഹു ദിക്രി അൻ മസ്അലതി, എന്നോട് ചോദിക്കേണ്ട വിഷയം പറയാതെ എന്നെ ഒരാൾ ഓർക്കുകയും എനിക്ക് ദിക്ർ ചൊല്ലുകയും ചെയ്താൽ, അഅതൈതുഹു ഖൈറ മാ യുഅതസ്സായിലൂൻ, ചോദിക്കുന്നവർക്ക് നൽകപ്പെടുന്നതിനേക്കാളും ഖൈറായത് അവർക്ക് ഞാൻ നൽകുമെന്ന് വിശുദ്ധ അള്ളാഹുവിൻ്റെ വചനമുണ്ട്, ഖുദ്സിയായ ഹദീസ്. അങ്ങനെ നമുക്ക് പലതും ചോദിക്കാനുണ്ട്. ആ ചോദിക്കേണ്ട അള്ളാഹുവിൻ്റെ എൻ്റെ കുട്ടീൻ്റെ കാര്യം, പടച്ചോനെ എൻ്റെ കാര്യം, എൻ്റെ ഭർത്താവിൻ്റെ, എൻ്റെ ഭാര്യയുടെ, എൻ്റെ ആങ്ങളയുടെ, പെങ്ങളയുടെ, ഉപ്പാൻ്റെ, ഉമ്മാൻ്റെ, ഇതൊക്കെ പറയാനുണ്ട്. പക്ഷെ അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്, നീ പരിശുദ്ധനാണ് റബ്ബേ, നിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയാണ് റബ്ബേ. അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ നിനക്കാണ് സർവ്വസ്തുതിയും, നിനക്കാണ് റബ്ബേ. എന്തൊക്കെ നീ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ, ഈ പ്രപഞ്ചം ഒരുക്കി വെച്ച് തന്നിട്ടുണ്ടോ, ഇതിനൊക്കെ നന്ദി നിനക്ക് തന്നെയാണ് റബ്ബേ. എല്ലാറ്റിനും ചെറുതിനും വലുതിനും നന്ദി നിനക്കാണ് റബ്ബേ. അല്ലാഹു അക്ബർ. ഈ പ്രപഞ്ചത്തിലെ സർവ്വ വിഷയങ്ങളെക്കാളും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ വിഷയം അല്ലാഹുവേ നിന്റെ വിഷയമാണ്. അല്ലാഹു അക്ബർ. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുവേ നന്മ ചെയ്യാനും തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കാനും നീ തരുന്ന കഴിവ് കൊണ്ടല്ലാതെ സാധ്യമല്ല റബ്ബേ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം പടച്ചവനോട് ചോദിച്ചില്ല എന്ന് വിചാരിക്കുക, നമ്മൾ ചോദിക്കാൻ വെച്ചതിലും ഖൈർ നമ്മൾ ചോദിക്കാതെ അള്ളാഹു തന്നിരിക്കുമെന്നാണ് പറഞ്ഞതിനർത്ഥം. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റാറുണ്ടോ? ചോദിക്കാൻ അങ്ങനെ മുട്ടി നിൽക്കുകയാണ്, അപ്പോൾ നമ്മൾ എഴുതി കൊടുക്കും അല്ലേ, നമ്മളങ്ങ് പറയും. അതൊന്നും കുഴപ്പമില്ലേ, പറയണം. അള്ളാഹുവിനോട് ദുആ ചെയ്യണം, അള്ളാഹുവിനോട് ദുആ ചെയ്യണം. لا تسألن بني آدم حاجة وسل الذي أبوابه لا تحجب الله يغضب إن تركت سؤاله وبني آدم حين يسأل يغضب لا تسألن بني آدم حاجة, മനുഷ്യരോട് നിങ്ങളുടെ ആവശ്യങ്ങളൊന്നും പറയല്ലേ. വസലില്ലദീ അബ്വാബുഹു ലാ തുഹ്ജബു, എന്നാൽ ആരുടെ വാതിലാണോ അടക്കപ്പെടാതെ തുറന്നു കിടക്കുന്നത്, ആരുടെ കവാടമാണോ ആർക്കും കടന്നു ചെല്ലാൻ കഴിയുന്ന വിധം വുളു എന്ന് പറയുന്നൊരു താക്കോല് കൊണ്ട് അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിയാൽ തുറക്കപ്പെടുന്ന കവാടം ആരുടേതാണോ, ആരുടേത്? അല്ലാഹു ജല്ല ജലാലുവിൻ്റേത്. ആ കവാടം അള്ളാഹുവിൻ്റേതെങ്കിൽ പടച്ചവനോട് പറയിൻ. കടം ചോദിക്കേണ്ട, വായ്പ വാങ്ങിക്കേണ്ട എന്നല്ലേ പറഞ്ഞത്. നമ്മളത് ആവശ്യങ്ങൾ ഒരുപക്ഷെ ഖൽഖുകളോട് നമ്മൾ ബോധിപ്പിച്ചേക്കാം, പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അള്ളാഹുവിൻ്റെ ഇടപെടലാണ്. നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ തരണമെന്നില്ലല്ലോ, അയാൾക്ക് തരാൻ പറ്റിക്കൊള്ളണമെന്നില്ല. നിങ്ങളുടെ കയ്യിലേക്ക് നിങ്ങൾക്കൊരു സഹായം ആ മനുഷ്യൻ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ആരാ? അല്ലാഹു ജല്ല ജലാലുവാൻ. ആ മനുഷ്യൻ്റെ മനസ്സിനെ നിങ്ങൾക്ക് വേണ്ടി അല്ലാഹു ഒരു മൈൽ, അതിലേക്കൊരു ചാഞ്ചാട്ടം അല്ലാഹു കൊടുത്തില്ലെങ്കിൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. നല്ല ഡോക്ടറാണ്, നിങ്ങളവിടെ വന്നിരിക്കുകയാണ്, ആ ഡോക്ടർക്ക് എന്തോ ടെൻഷൻ ഉണ്ടായിരുന്നു തലയിൽ, അദ്ദേഹത്തിന് ഒരു പക്ഷേ നിങ്ങളെ വേണ്ട വിധം ട്രീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും. നല്ല ഹോസ്പിറ്റലാണ്, നിങ്ങൾക്ക് മരണം സംഭവിക്കാം. അയാൾക്ക് തോന്നണം, ആടെ കൽബിലേക്ക് അല്ലാഹു ഇട്ട് കൊടുക്കണം, ഇതെൻ്റെ മുമ്പിൽ വന്ന പേഷ്യൻ്റാണ്, ഞാൻ എൻ്റെ അറ്റ്മോസ്റ്റ് അറ്റൻഷൻ ഈ രോഗിക്ക് വേണ്ടി ഞാൻ കൊടുക്കേണ്ട സമയമാണ്, എൻ്റെ ടെൻഷൻ ഞാൻ വെച്ച് നടക്കേണ്ട സമയമല്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇൻഡിഗോ ഫ്ലൈറ്റിൻ്റെ മറ്റോ പൈലറ്റിൻ്റെ ക്യാബിൻ്റെ ഡോറിൻ്റെ ബാക്കിൽ എവിടെയോ കണ്ടിരുന്നു. എല്ലാ ഫ്ലൈറ്റിലും കാണാറില്ല, ഏതൊരു ഫ്ലൈറ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു, ലീവ് യുവർ വറീസ് ബിഹൈൻഡ്,
നിങ്ങളുടെ ടെൻഷനൊക്കെ ഈ റൂമിൻ്റെ പുറത്തിട്ടിട്ട് ഉള്ളിൽ കിടന്നാൽ മതി. കോക്പിറ്റിലേക്ക് കയറി ഇരുന്നിട്ടേ ഇത് ഓടിക്കുന്ന സമയത്ത് ഈ ടെൻഷൻ അടിച്ചു പോയാൽ റൺവേന്ന് പൊങ്ങൂല്ല, ഒരു റൺവേയിൽ ഇറങ്ങാനും പറ്റൂല. അതുകൊണ്ട് ടെൻഷനൊക്കെ റൂമിൻ്റെ പുറത്ത് വെച്ചിട്ട് ക്യാബിനിലേക്ക് കയറിയാൽ മതി, കോക്പിറ്റിലേക്ക് ഇരുന്നാൽ മതി. നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നത് അല്ലാഹുവാണ്. മനുഷ്യരുടെ മനസ്സ് മുഴുവൻ നിയന്ത്രിക്കുന്നതും അല്ലാഹുവാണ്. ഇത് മനസ്സിലാക്കുമ്പോഴേ മുസ്ലിമാവുള്ളൂ. അല്ല 5 വക്ത് നിസ്കരിക്കുന്നുണ്ട്, ഞാനും മുസ്ലിമാണ്. ഇസ്ലാം എന്താണ്? നമ്മുടെ വിശ്വാസം, ഈമാനിൻ്റെ ഒരു മധുരമുണ്ട്. അള്ളാഹുമായുള്ള നിസ്കാരത്തിലൂടെയുള്ള ബന്ധത്തിനെ സംബന്ധിച്ചാണ്. സ്വന്തം അധ്വാനത്തിൻ്റെ ഒരു പോർഷൻ കൂലിപ്പണിക്ക് പോകുന്ന ഒരാൾ, അയാൾ കൊടുക്കുന്ന ഒരു 50 രൂപ ഭയങ്കര ബർക്കത്തായിരിക്കും. ലക്ഷങ്ങൾ കൊടുക്കുന്ന ആൾ, അയാളുടെ ഒരു 1000 പോലെ ആവില്ല. വളരെ കുറഞ്ഞ വരുമാനത്തിൽ നിന്ന് എടുത്തു കൊടുക്കുന്നത്. നമ്മുടെ പള്ളികളും മഹല്ലൊക്കെ അങ്ങനെയല്ലേ? മുൻകാലങ്ങളിൽ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ഭവനം എന്നത് അള്ളാഹുവിൻ്റെ ഭവനമായിരുന്നു. നമ്മുടെ ജുമാഅത്ത് പള്ളി, അതായിരിക്കും അവിടുത്തെ ഏറ്റവും വലിയ വീട്, ഏറ്റവും വലിയ ഭവനം അതായിരിക്കും. അതെങ്ങനെ ഉണ്ടായത്? അന്നത്തെ 5 അണ 2 അണ 3 അണ എന്ന് പറഞ്ഞ ചെറിയ കൊച്ചു വേതനം, പൈസ ഒന്നും ഉണ്ടാവില്ല. അരിയും അതും ഇതൊക്കെ പള്ളിയിലേക്ക് കൊടുത്ത് അത് വിറ്റ് കിട്ടുന്ന സംഭാവനകൾ സ്വീകരിച്ചു കൊണ്ടുണ്ടാക്കിയ വലിയ വലിയ മസ്ജിദുകൾ. ഇന്നതൊക്കെ മാറി. ഇന്ന് പള്ളി ഉണ്ടാക്കാൻ വേണ്ടി അറബിനെ എപ്പോഴും തിരഞ്ഞെടുക്കുന്ന നാട്ടുകാരുണ്ട്. എന്തിനാ അറബികളെ അവർ എടുത്താൽ അവർക്ക് കൂലി കിട്ടും, നമുക്ക് കൂലി കിട്ടണ്ടേ? അപ്പം നമ്മൾ ചെയ്താലല്ലേ കിട്ടുള്ളൂ. ഇതൊരു ജാരിയായ സ്വതക്കയാണ്. അള്ളാഹുവിൻ്റെ മസ്ജിദിന് വേണ്ടിയുള്ള, ഒരു മഹല്ലിന് വേണ്ടിയുള്ള വരുമാനം. 50ലേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൈകാര്യം ചെയ്യുന്നൊരു മഹല്ലാണ് ഇരിക്കൂർ മഹല്ല് എന്ന് കേട്ടപ്പോൾ ഞാൻ സത്യത്തിൽ അത്ഭുതപ്പെട്ടു പോയിരിക്കുകയാണ്. 50ലേറെ സ്ഥാപനങ്ങളുണ്ട്, 50ലേറെ മുഅല്ലിമീങ്ങളുണ്ടെന്നല്ലേ പറഞ്ഞു. 50ലേറെ സ്ഥാപനങ്ങൾ, 20 ലക്ഷം ഒരു മാസത്തെ അതിൻ്റെ എക്സ്പെൻസാണ്. അതിൽ 15 ലക്ഷം സാലറി ഇനത്തിൽ കൊടുക്കേണ്ടതാണ്. ഇത്രയും വലിയൊരു സംവിധാനം നമ്മുടെ കമ്മിറ്റി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മുടെയൊക്കെ അകമഴിഞ്ഞ സഹായം അതോടൊപ്പം വേണം. വഖാല റബ്ബുകും ഉദ്ഉനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ അദ്കുറു ഹാജതി അം ഖദ് കഫാനി ഹബാഉക ഇന്ന ശീമതകൽ ഹബാഉ أذكر حاجتي أم قد كفاني حباؤك إن شيمتك الحباء إذا أثنى عليك العبد يوما كفاه من تعرضه الثناء. വേവലാദികൾ പോലും ബോധിപ്പിക്കേണ്ടതില്ലാത്ത വിധം മനുഷ്യ മനസ്സിനെ വായിച്ചെടുക്കാൻ കഴിയുന്നവനെ അല്ലാഹുവേ. നമ്മളൊരാവശ്യം അല്ലാഹുവിൻ്റെ മുമ്പിൽ നമ്മുടെ നിസ്കാരത്തിൽ നിൽക്കുമ്പോൾ, സുജൂദിൽ കിടക്കുമ്പോൾ, നിസ്കാരത്തിൽ നമ്മുടെ മലയാളം പറയാൻ പറ്റൂല, ഒരു ഭാഷയും അല്ലാഹുവിൻ്റെ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു തന്ന അദ്കാറുകളും ദുആകളും അറബിയിലങ്ങ് ചൊല്ലുക എന്നല്ലാണ്ട് പരിഭാഷ പറഞ്ഞ നിസ്കാരം ബാത്തിലാവും. അങ്ങനെയാണ്. അള്ളാഹുവിനോട് സങ്കടങ്ങൾ ബോധിപ്പിക്കേണ്ടതില്ലാത്ത വിധം മനസ്സുകളെ അല്ലാഹു ചാല സങ്കടങ്ങളെ മാറ്റിത്തരുന്നവനാണ്. ദുആ ഉൽ ഖർബ് എന്ന് പറയുന്നൊരു ദുആയുണ്ട്, ദുആ ഉൽ ഖർബ്. ആ ദുആ ഉൽ ഖർബ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രയാസങ്ങൾ വരുമ്പോൾ ചൊല്ലിയിരുന്ന ദുആയാണ് ദുആ ഉൽ ഖർബ്. പ്രയാസങ്ങൾ നീങ്ങാനുള്ള ദുആ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. لا إله إلا الله العلي الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب العرش لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم. പ്രയാസം നീക്കിത്തരണേന്ന ആ ദുആന്റെ ഉദ്ദേശം അതാ. പക്ഷെ ഈ ദുആന്റെ ഉള്ളിൽ പ്രയാസം നീക്കണേ എന്നൊരു വാക്കില്ല എന്നതാണ് അത്ഭുതം. ദുആ ഉൽ ഖർബിൻ്റെ ആ പ്രാർത്ഥനയുടെ മഹത്വം നോക്കണേ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലിയുൽ ഹലീം. സഹനശക്തിയുള്ളവനായ, അടിമകൾ എന്തൊക്കെ ചീത്ത വിളിച്ചാലും അവരെ ഉടനടി ശിക്ഷിക്കാത്ത ദയാലുവായ, മനുഷ്യന് ജീവൻ നൽകിയ സൃഷ്ടാവായ ഉന്നതനായ അല്ലാഹുവേ, നീയല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല റബ്ബേ.
ഇതിലിപ്പോൾ എന്തെങ്കിലും ചോദിച്ചോ അള്ളാഹിനോട്? തരണേ, കാക്കണേ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, അള്ളാഹുവിനെ പുകഴ്ത്തിയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അദീം. പ്രപഞ്ചത്തിൻ്റെ അതിരുകൾക്കപ്പുറത്ത് റബ്ബേ, നിന്റെ അധികാരത്തിൻ്റെ സിംബലായ, നിന്റെ അധികാരപീഠമായ മഹത്തരമായ അർശിൻ്റെ ഉടമസ്ഥനെ അല്ലാഹുവേ, നീയല്ലാതെ ആരാധനക്കർഹനില്ല റബ്ബേ. വല്ലതും ചോദിച്ചോ? ചോദിച്ചിട്ടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് റബ്ബുസ് സമാവാതി വ റബ്ബുൽ അർളി വ റബ്ബുൽ അർശിൽ കരീം. അല്ലാഹുവേ, ആരാധിക്കപ്പെടാനും വന്ദിക്കപ്പെടാനും പരമമായ ബഹുമാനം അർഹിക്കുന്നവനും നീയല്ലാതെ ആരുമില്ല റബ്ബേ. അതിമനോഹരമായ മഹത്തരമായ അർശിൻ്റെ ഉടമസ്ഥനാണ് റബ്ബേ നീ. ഇതാണിപ്പോൾ പ്രയാസം നീങ്ങാനുള്ള ദുആ. ആ പ്രാർത്ഥനയുടെ ഒരു പ്രത്യേകത തന്നെ പ്രയാസം നീക്കിത്തരേണമേ എന്നൊരു വാക്കുപോലും അതിൻ്റെ ഉള്ളിലില്ല. പക്ഷെ ഇതാണ് പുണ്യനിബിതങ്ങൾ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ, സങ്കടമുള്ള, വിഷമമുള്ള, ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഹബീബ് ചെയ്യാറുള്ള ദുആയാണിത്. പഠിച്ചു വെക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലിയ്യുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അദീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വ റബ്ബുൽ അർളി വ റബ്ബുൽ അർശിൽ കരീം. സയ്യിദുനാ അയ്യൂബ് അലൈഹിസ്സലാം വർഷങ്ങളോളം രോഗശയ്യയിൽ കിടന്നപ്പോൾ, അതും പ്രവാചകത്വ ദൗത്യവുമായി ബന്ധപ്പെട്ട എല്ലാ ഉത്തരവാദിത്വങ്ങളും കഴിഞ്ഞതിന് ശേഷം ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു പ്രവാചകനും മോശപ്പെട്ട അസുഖം ഉണ്ടാവില്ല. അള്ളാഹു കൊടുക്കൂല. കാരണം അസുഖത്തോടുകൂടെ ജനങ്ങളുടെ അവർ വിട്ടുപോകില്ലേ, അവരടുത്തേക്ക് നിൽക്കുമോ? ഇപ്പം പനി ഉണ്ടെന്ന് പറഞ്ഞാൽ തന്നെ അടുത്തേക്ക് ആരും വരില്ല അല്ലേ? പനി ഉണ്ടോ? പൊന്നു ചങ്ങാതി പനിന്ന് ഇറങ്ങല്ലിട്ടോ, അവിടെ തന്നെ ഇരുന്നോ. നീ ആ പനിയുമായി ജുമഅക്ക് വന്നാൽ, അല്ലെങ്കിൽ ആളുടെ ഇടയിലേക്ക് ജമാഅത്തിന് വന്നാൽ, പരക്കുന്ന സംഭവമാണെങ്കിൽ ഒന്നടങ്ങിയിരിക്കണേ, മാറിയിട്ട് വന്നാൽ മതി. കൊറോണയാണോ അതിൻ്റെ വകഭേദമാണോ ഒന്നും അറിയില്ലല്ലോ. അമ്പിയാക്കന്മാരിൽ നബിയുല്ലാഹി അയ്യൂബ് അലൈഹിസ്സലാം പ്രവാചകത്വവുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചതിന് ശേഷമാണ് മഹാനവറുകൾക്ക് രോഗം വന്നത്. ചോദിച്ചില്ല എന്നാ അള്ളാഹുവിനോട് രോഗം മാറ്റിത്തരണേ. അവസാനം നാവുകൊണ്ട് പോലും ദിക്ർ ചൊല്ലാൻ കഴിയാത്ത വിധം അസുഖം നാവിലേക്ക്, വായയിലേക്ക് കയറിയപ്പോൾ അള്ളാഹുവിനോട് ദുആ ചെയ്തു. ആ ദുആയിൽ അള്ളാഹുവേ, എനിക്ക് നീ എൻ്റെ രോഗം ശിഫയാക്കണേ എന്ന് പറഞ്ഞില്ല. ആ കാര്യം ചോദിച്ചിട്ടില്ല, ഡയറക്റ്റ് ചോദിച്ചില്ല. എന്താ പറഞ്ഞത്? ഖാല റബ്ബി ഇന്നി മസ്സനി അൽദുർറു വഅൻത അർഹമുർ റാഹിമീൻ. റബ്ബി, ഓ മൈ ലോർഡ്, എൻ്റെ രക്ഷിതാവായ അല്ലാഹുവേ, ഇന്നി മസ്സനി അൽദുർ, distress has touched me, എനിക്ക് പ്രയാസം എന്നെ തൊട്ടിരിക്കുന്നു റബ്ബേ, പ്രയാസം എന്നെ തൊട്ടിരിക്കുന്നു റബ്ബേ. വഅൻത അർഹമുർ റാഹിമീൻ, you are the most merciful, ഏറ്റവും വലിയ ദയാലു അല്ലാഹുവേ നീയാണല്ലോ. കഴിഞ്ഞു. എൻ്റെ അസുഖം മാറ്റണേ എന്ന് ചോദിച്ചില്ല. പ്രയാസമുണ്ട് റബ്ബേ, നീ വലിയ കാരുണ്യവാനാണ്. ഫസ്തജബ്നാ ലഹു